ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് കുറേ തിരക്കുകളൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഒരു ചെറിയ സർപ്രൈസ് വീഡിയോ ആണ്. നീതുവിൻ്റെ പിറന്നാളാണെന്ന്, ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അവൾ ഇന്ന് ഓഫീസിൽ പോയി, എനിക്കിന്ന് വർക്കില്ല, ഒന്നേ അവിടെ ഉണ്ട്. അപ്പോൾ പിറന്നാൾ നമ്മൾ 10 വർഷമായി നമ്മുടെ മാരേജൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെ നമ്മളങ്ങനെ അവളുടെ പിറന്നാളൊന്നും ഇവിടെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അവൾക്കൊരു സർപ്രൈസ് പിറന്നാൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ അവരുടെ അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ട്. അമ്മയൊക്കെ വരും, 3 മണിയാകുമ്പോൾ അമ്മ വരും. പിന്നെ ഞാൻ കേക്ക് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ ഡെക്കറേഷനൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. കുറേ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ 3 മണിക്ക് വരുമ്പം പെട്ടെന്ന് നമ്മളിവിടെ കേക്ക് മുറിക്കും. പരിപാടികളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണെന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ സമയം ആയി വരികയാണ്. അവൾ ഇതുവരെ എത്തിയിട്ടില്ല. 4:30 ആകുമ്പോഴത്തേക്ക് അവൾ ജോലി കഴിയും. വരുമ്പോഴത്തേക്ക് സർപ്രൈസായിട്ട് നമ്മളിത് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിന് അവളുടെ അച്ഛനും അമ്മയൊക്കെ വരും. അപ്പോൾ അത് 3 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. ഇതുവരെ കണ്ടില്ല, ഇപ്പം വരും. കുറേയധികം ഒരുക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ബലൂണുണ്ടായിരുന്നു, ബലൂണുകളെല്ലാം ചെറിയ LED ലൈറ്റ് ഉണ്ടായിരുന്നു. അത് മൂവിയുടെ താഴെ പെടുന്നതാണ് മൊത്തം നമ്മൾ LED ലൈറ്റ് ചേർത്ത് വെച്ചത്. ലൈറ്റാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ LED ലൈറ്റ് വെച്ചു. അതുപോലെ തന്നെ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ നീതു എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ മിഠായികൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബർത്ത്ഡേക്കാർ ഇടേണ്ട തൊപ്പിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം തയ്യാറായി ഇവിടെ ഇരിക്കുകയാണ്. വരുമ്പോൾ നമ്മളിവിടെ പരിപാടി തകർക്കും. ഈ ഒരു ബർത്ത്ഡേയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 11 വർഷമായി. അപ്പം ഇതുവരെയും എൻ്റെ ബർത്ത്ഡേ ഡേറ്റൊന്നും എനിക്കറിയത്തൊന്നുമില്ല. അവളുടെ കറക്റ്റായിട്ട് അറിയാം. 11 വർഷമായിട്ട് ഇതുവരെയും നമ്മളിവിടെ ബർത്ത്ഡേ മോൻ്റെ കേശുവിൻ്റെ ആഘോഷിക്കുന്നതല്ലാതെ വേറെ നമ്മൾ രണ്ടുപേരും ഇതുവരെ ആഘോഷിച്ചില്ല. എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഇവളുടെ ഇതുവരെയും ഞാൻ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ തയ്യാറെടുപ്പ് നടത്തിയത്. ഇത് നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പൈസയൊക്കെ ചുമ്മാ ചിലവാക്കുന്നുണ്ട്, ഭയങ്കര വഴക്കാണ്. അതുകൊണ്ട് ഇതൊക്കെ മേടിച്ച് വെച്ചത് ഇനിയിപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചെയ്യണം, അതുകൊണ്ട് ചെയ്യും. എന്തായാലും വരട്ടെ, കാണാം. വാ, നീ മേലിട്ടോ, മേലിട്ടോ.
ഈ സാധനം കണ്ട് ഇതാരും പിടിക്കും. നീ അവിടെ പോയി ഫ്രണ്ടിൽ പോയി ആ പോപ്പറോട്ടീസ് കാണിക്കണം. ചെറിയ ഒരാഘോഷം, വലിയ ആഘോഷമല്ല, ചെറിയൊരാഘോഷം. അതെന്തോടാ അങ്ങനെ സംഭവിച്ചേ? എന്താ അങ്ങനെ സംഭവിച്ചേ? നല്ല കേക്കാ. മുട്ടായി കൂടെ നേരത്തെ നിങ്ങളാണ് മെയിനായിട്ട് നോക്കിയത്. ആരും അമ്മാനെ വിളിച്ചില്ലല്ലോ. അവർക്ക് പോണം അങ്ങനെ പെട്ടെന്ന് കഴിയും. ഇതാ വരുന്നത് ബർത്ത്ഡേക്ക് കേക്ക് വന്നോളാം. അതൊരു ഫോട്ടോ അടി. എനിക്കറിയാമല്ലോ എന്താ സംഭവിക്കും. ചെറിയ ഫ്രെയിം ഫോട്ടോ
ഫോട്ടോ ഒക്കെ ഉള്ള സീനറി ഒക്കെ ഇല്ലേ അതാ സംഭവം. അങ്ങോട്ട് അങ്ങോട്ട് ആ കൊച്ചുങ്ങൾ നോക്കിയടി തള്ളിയിരിക്കും പോലെ കൈ വെക്കും. ബേബി കുതിര ഓടുന്നാണെന്ന് തോന്നുന്നാണെങ്കിൽ കുതിരപ്പടം തന്നെ